പത്തനംതിട്ട തണ്ണിത്തോടിൽ കാട്ടാനക്കൂട്ടം. മുണ്ടോമൂഴി പാലത്തിന് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഷിജോ കുര്യൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഓടിക്കൊണ്ടാണോ ഷിജോ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഓടുന്നതിനിടയ്ക്കുള്ള കിതപ്പും കേൾക്കാറുണ്ട്. ഓടിക്കൊണ്ടെടുത്ത ആരോ വീഡിയോ ആണ് തോന്നുന്നത് ഷിജോ. ഹാഷ്മി, സ്മിത, ഇതിനകത്ത് ഒരു കൗതുകമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൗതുകത്തിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കാട്ടാനയാണ്, ഏത് സമയത്തും അത് എവിടുന്ന് വേണേലും ആക്രമിക്കാം. പക്ഷേ ആളുകളൊന്നും അത് അത്ര കണ്ട് ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം. അതായത് നിരന്തരം കാട്ടാന ആക്രമണത്തിന്റെ വാർത്തയൊക്കെ പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന തണ്ണിത്തോട് ഭാഗങ്ങളിലൂടെ, വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ കാട്ടാനയൊക്കെ കാണുമ്പോൾ കൗതുകത്തിന് വേണ്ടി വണ്ടി നിർത്തുകയും ഈ സെൽഫി എടുക്കാനും ഈ കാട്ടാനയുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ തൊട്ടടുത്തേക്ക് അടക്കം പോകുന്നുണ്ട്. അതായത് ആനയൊന്ന് തുമ്പിക്കൈ നീട്ടിയാൽ ആനയ്ക്ക് എത്താൻ പാകത്തിന്, അല്ലെങ്കിൽ ഇവരെ പെട്ടെന്ന് പിടിക്കാൻ പാകത്തിനൊക്കെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അങ്ങേയറ്റം ഒരു പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തണ്ണിത്തോട് മുണ്ടാമൂഴിക്ക് സമീപം ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതാണ്. 2 വലിയ ആനകളും 2 പിടിയാനകളും അടക്കമുള്ള ആനകളാണ് ഇന്നലെ ഈ കല്ലാറിന് തണ്ണിത്തോടിന് സമീപം കല്ലാട്ടിലേക്ക് ഈ റോഡിലൂടെ ഇറങ്ങി വരുന്നത്. അതായത് കാടിറങ്ങി റോഡിലൂടെ കല്ലാട്ടിലേക്ക് ഇറങ്ങുകയാണ് ആനകൾ ചെയ്യുന്ന സ്ഥിരം ഉള്ള കാഴ്ച. ഇത് കൗതുകമൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ദിനം ഇതുവഴി ഏതാണ്ട് 100 കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്നു പോകുന്നതാണ്. രാത്രിയിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് കൂടി 100 കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഈ കാട്ടാന കൂട്ടം കൂടി വരുന്നത്. ഇപ്പോൾ ഈ കൗതുകത്തിന് ആളുകൾ വാഹനം നിർത്തി ആനയുടെ ഫോട്ടോ എടുക്കാനോ അടുത്തേക്ക് പോകാനോ ഒന്നും ശ്രമിക്കരുതെന്ന് നിരന്തരം വനം വകുപ്പ് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആളുകൾ അത്ര കണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഇത് കൗതുകത്തിനപ്പുറത്തേക്ക് അങ്ങേയറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദിനം ഈ പറയുന്ന രീതിയിൽ തണ്ണിത്തോടക്കമുള്ള മലയോര പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്കും റോഡിലേക്കും അടക്കം കാട്ടാനക്കൂട്ടം എത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഷ്മി, സ്മിത. അതെ ഷിജോ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് കൗതുകമൊക്കെയാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകും. അതുകൊണ്ട് ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, ഈ സെൽഫി എടുക്കാനൊന്നും പോകാതിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ കാട്ടാനക്കൂട്ടം, പുലി, കടുവ എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് രസം ഉണ്ടാകുന്നു, കാഴ്ചക്കാണ്. അവിടുത്തുകാർക്കാണ് അതുണ്ടാക്കുന്ന എന്താണ് പ്രാണഭീതി ഒക്കെ അവർക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവുന്നൊന്നല്ല. സാധാരണ പോകുന്ന റോഡിലാണിത്. നമ്മൾ നേരത്തെ ഇന്നലെ രാത്രിയും ഒരു പാവ മനുഷ്യനെ ഇന്നലെ ഏറെ പുലർച്ചെ ആറളത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന വാർത്ത കൂടി നമ്മൾ വായിച്ചതാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അത്ര കൗതുകമല്ല, ശ്രദ്ധിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.